ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സെൽഫ് ലവ് മിറർ വർക്കിൻ്റെ 12ാമത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓവർകമ്മിങ് ഫിയർ, ഭയത്തെ മറികടക്കൽ എന്നാണ് ഇന്നത്തെ പ്രാക്ടീസ്. ഈ ലോകത്ത് ഇന്ന് വിശ്വാസമില്ലായ്മ, യുദ്ധം, തട്ടിപ്പ്, അത്യാഗ്രഹം എന്നിങ്ങനെ പല വിധത്തിലാണ് നാം പേടിയെ കാണാൻ കഴിയുക. നമുക്ക് നമ്മളിൽ തന്നെ വിശ്വാസമില്ലാതാകുമ്പോഴാണ് ഫിയർ അഥവാ പേടി ഉണ്ടാകുന്നത്. നമ്മളിലൊരു പേടിയുടെ തോട്ട് വരുമ്പോൾ അത് നമ്മളെ യഥാർത്ഥത്തിൽ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. എങ്ങനെയാണെന്നല്ലേ? നമ്മൾ പേടിക്കുമ്പോൾ അഡ്രിനാലിൻ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. അഡ്രിനാലിൻ നമ്മളെ അപകടത്തിലേക്ക് തള്ളിവിടാതെ സംരക്ഷിക്കുന്നു. നമുക്ക് പേടി വരുന്ന സമയത്ത് മാത്രം കുറച്ച് ടെൻഷൻ ഉണ്ടാവുകയുള്ളൂ. അത് നമ്മുടെ തന്നെ മനസ്സിൻ്റെ ഒരു പോരായ്മയാണ്. നമ്മളിൽ പേടി വരുമ്പോൾ അത് നമ്മളെ രോഗബാധിതനാക്കുന്നു, ജോലിയില്ലാതാക്കുന്നു, അതുപോലെ തന്നെ നമ്മുടെ റിലേഷൻഷിപ്പിൽ പ്രോബ്ലങ്ങൾ വരും. അപ്പോൾ പേടിയെ ഒഴിവാക്കാനുള്ള ഒരു എളുപ്പ വഴിയാണ് അതിന് യാതൊരു പ്രാധാന്യവും കൊടുക്കാതിരിക്കുക എന്നുള്ളത്. ഇനി നിങ്ങൾ നിങ്ങളെ പൂർണ്ണമായി സ്നേഹിക്കാനും അംഗീകരിക്കാനും തുടങ്ങുമ്പോൾ നിങ്ങളുടെ ഭയം ഇല്ലാതാകും. ഇനി ഇന്ന് പറയേണ്ട അഫർമേഷനാണ്: എല്ലാം നന്നായിരിക്കുന്നു. എൻ്റെ ഏറ്റവും നല്ല കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാം നന്നായി നടക്കുന്നു. ഞാൻ സുരക്ഷിതയാണ്. സ്നേഹമാണ് എൻ്റെ ശക്തി. സ്നേഹം മാത്രമേ യാഥാർത്ഥ്യമായുള്ളൂ. എല്ലാം നന്നായിരിക്കുന്നു. ഇനി ഇന്നത്തെ മിറർ പ്രാക്ടീസ്: എന്താണ് നിങ്ങളെ പേടിപ്പിക്കുന്നത്? അത് ഒരു ചെറിയ പേപ്പറിൽ എഴുതുക. ശേഷം കണ്ണാടിയുടെ ഇടതുഭാഗത്ത് ഒട്ടിക്കുക. പേടിയെ മാറ്റാനായി ഇനി പറയുന്നത് പോലെ പറയുക: എനിക്കറിയാം നീ എന്നെ സംരക്ഷിക്കുമെന്ന്. എന്നെ സഹായിക്കാൻ തയ്യാറായതിന് നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. എനിക്ക് നിന്നോട് നന്ദിയുണ്ട്. ഇപ്പോൾ ഞാൻ നിന്നെ പോകാൻ അനുവദിക്കുകയാണ്. ഞാൻ നിന്നെ സ്വതന്ത്രമാക്കുന്നു. അതിനുശേഷം കണ്ണാടിയുടെ ഇടതുവശത്ത് ഒട്ടിച്ച ആ ചെറിയ പേപ്പർ അവിടെ നിന്ന് എടുത്തു മാറ്റിയിട്ട് വേസ്റ്റ് ബിന്നിലോ അതുപോലെ തന്നെ കത്തിച്ച് കളയുകയോ ചെയ്യാവുന്നതാണ്. ഇനി കണ്ണാടിയിൽ നോക്കി പറയുക: ഞാൻ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്യുന്നു. സ്നേഹവും ജീവിതവും എന്നെ സംരക്ഷിക്കുന്നു. എന്നെ സൃഷ്ടിച്ച ശക്തിയുമായി ഞാൻ ഒന്നായിരിക്കുകയാണ്. ഞാൻ സുരക്ഷിതയാണ്. എൻ്റെ ലോകത്തിൽ എല്ലാം നന്നായി ഭവിക്കുന്നു. അടുത്തതായി കണ്ണാടിയിൽ നോക്കി ശ്വാസത്തെ ശ്രദ്ധിക്കുക. ഇടയ്ക്കിടെ പേടി വരുമ്പോൾ നമ്മൾ ശ്വാസം പിടിക്കാറുണ്ട്. പേടി തോന്നുകയാണെങ്കിൽ ബോധപൂർവം ശ്വസിക്കുക. ദീർഘമായി ശ്വസിക്കുക. ദീർഘമായി ശ്വാസം എടുക്കുന്നത് ഉള്ളിലെ സ്പേസ് ഓപ്പൺ ചെയ്യും. അതാണ് നിങ്ങളുടെ പവർ. ഇങ്ങനെ ശ്വസിക്കുമ്പോൾ നിങ്ങളുടെ നട്ടെല്ല് നിവർന്നിരിക്കുന്നു. അതുപോലെ നെഞ്ചിൻ കൂട് തുറന്നിരിക്കുന്നു. ഹൃദയം തുറക്കാൻ അനുവദിക്കുന്നു. ബ്രീത്തിങ് തുടരുക. അതോടൊപ്പം ഇനി പറയുന്ന അഫർമേഷനും കൂടെ പറയുക: ഐ ലവ് യു. എന്നിട്ട് നിങ്ങളുടെ പേര് പറയുക: ഐ ലവ് യു. റിയലി ഐ ലവ് യു. ഞാൻ ജീവിതത്തെ വിശ്വസിക്കുന്നു. ജീവിതം എനിക്ക് ആവശ്യമുള്ളതെല്ലാം തരുന്നു. ഇനി ഒന്നിനെയും പേടിക്കേണ്ട. ഞാൻ സുരക്ഷിതയാണ്. എല്ലാം നന്നായിരിക്കും. ഇനി ജേർണലിംഗ് ആണ്. അപ്പോൾ നോട്ട്ബുക്ക് എടുത്ത് വെക്കുക. എന്നിട്ട് അതിൽ 5 കോളങ്ങൾ വരയ്ക്കുക. ഇനി പറയുന്ന ഹെഡിങ് അതിൽ എഴുതുക: ഫാമിലി, ഹെൽത്ത്, കരിയർ, റിലേഷൻഷിപ്പ്, ഫിനാൻസ്. ഓരോ ഹെഡിങ്ങിൻ്റെയും അടിയിൽ അതുമായി ബന്ധപ്പെട്ട ഫിയർ എന്താണ് അത് എഴുതുക. അതിനുശേഷം ഓരോ പേടിയും മാറാൻ അനുയോജ്യമായ പോസിറ്റീവ് അഫർമേഷൻസ് എഴുതുക. ഇനി ഇന്നത്തെ ഹൃദയചിന്ത: ഞാൻ എല്ലായ്പ്പോഴും പരിപൂർണമായി സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു. നിങ്ങൾക്ക് പേടിയുടെ ഒരു ചിന്ത വരുമ്പോൾ അത് നിങ്ങളെ സംരക്ഷിക്കുകയാണ്. ഫിയറിനോട് ഇനി ഇങ്ങനെ പറയണം:
എന്നെ സംരക്ഷിക്കാൻ ആഗ്രഹിക്കുന്നതിന് നിന്നെ ഞാൻ അഭിനന്ദിക്കുന്നു. താങ്ക് യു ഫിയർ. ഇനി മെഡിറ്റേഷനാണ്. അപ്പോൾ ഈ മെഡിറ്റേഷൻ രാത്രി ഉറങ്ങുന്നതിന് മുൻപായിട്ട് ചെയ്യുക. ശാന്തമായിരിക്കുക, കണ്ണുകൾ പതുക്കെ അടയ്ക്കുക, ശ്വാസത്തിലേക്ക് മാത്രം ശ്രദ്ധിക്കുക. ഇന്ന് പുതിയ മാറ്റത്തിന് തുടക്കം കുറിക്കുകയാണ് നമ്മൾ. നമ്മുടെ ബോധതലം പുതിയ തലത്തിലേക്ക് ഉയരുകയാണ്. പുതിയ ആശയങ്ങൾ, പുതിയ ചിന്തകൾ എല്ലാം നിങ്ങളുടെ സ്വപ്ന ജീവിതത്തിൽ ഒരു മുതൽക്കൂട്ടാണ്. നമ്മുടെ വീക്ഷണം നമ്മളെ ഒരു പുതിയ ലോകത്തേക്ക് നയിക്കുന്നു. ഈ പുതിയ ലോകത്തിൽ എല്ലാവരും നല്ല ആത്മാഭിമാനമുള്ളവരാണ്. ദേശവംശഭേദമന്യേ എല്ലാവരും സുരക്ഷിതരാണ്. ഈ പുതിയ ലോകത്തിൽ കുട്ടികളെ വളരെയധികം വിലമതിക്കുന്നതിനാൽ കുട്ടികളോടുള്ള ക്രൂരത അവസാനിച്ചിരിക്കുന്നു. സ്കൂളുകൾ അവയുടെ വിലപ്പെട്ട സമയം ചിലവഴിക്കുന്നത് സ്വയം സ്നേഹിക്കാനും ബന്ധങ്ങളെക്കുറിച്ചും സാമ്പത്തിക കാര്യങ്ങളെക്കുറിച്ചും എങ്ങനെ മാതാപിതാക്കളാകണം എന്നതിനെക്കുറിച്ചും സാമ്പത്തിക അഭിവൃദ്ധിക്കുള്ള രഹസ്യങ്ങൾ പഠിപ്പിച്ചുകൊണ്ടുമാണ്. ഡോക്ടർമാർ നിങ്ങളുടെ ആരോഗ്യം സംരക്ഷണത്തിൽ നല്ല താല്പര്യം കാണിക്കുന്നു. വേദനകളും അസുഖങ്ങളും ആശുപത്രികളിൽ നിന്നും ഇല്ലാതാകുന്നു. ആശുപത്രികൾ താമസ സ്ഥലമാക്കി മാറ്റിയിരിക്കുകയാണ്. ജോലിയില്ലാത്തവർ ജോലി ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഗവൺമെന്റ് ജോലി നൽകുന്നു. വീടില്ലാത്തവർക്ക് സംരക്ഷണം നൽകുന്നു. ജയിലുകളിൽ ജയിൽ പുള്ളികൾക്കൊപ്പം അവരുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവരും ആത്മാഭിമാനം വളർത്തുന്നു. ജീവിതത്തെ സ്നേഹിക്കുന്ന ഉത്തരവാദിത്വമുള്ള പൗരന്മാർ ആകുമ്പോൾ അവരെ ജയിലിൽ നിന്നും സ്വതന്ത്രരാക്കുന്നു. എല്ലാവർക്കും തുല്യനീതിയും സംരക്ഷണവും ഉറപ്പാക്കുന്ന ഒരു ഗവൺമെന്റാണ് ഉള്ളത്. എല്ലാ ബിസിനസ്സുകളിലും പൂർണ്ണ സത്യസന്ധത പുലർത്തുന്നു. സ്ത്രീ പുരുഷന്മാർ പരസ്പരം സഹകരിച്ച് അഭിമാനത്തോടെ ജീവിക്കുന്നു. ശുദ്ധമായ ജലവും പോഷകസമൃദ്ധമായ ഭക്ഷണവും ശുദ്ധവായുവും എല്ലാവർക്കും ഒരുപോലെ ലഭിക്കുന്നു. ഇനി നമുക്ക് പുറത്തേക്ക് നടക്കാം. പുറത്ത് മഴ പെയ്യുന്നുണ്ട്. മഴ നിന്ന് സൂര്യൻ തെളിഞ്ഞ് വന്നപ്പോൾ നാം മനോഹരമായ മഴവില്ല് കാണുന്നു. ശുദ്ധമായ വായുവിനെ ശ്രദ്ധിക്കുക. അതിൻ്റെ മണം അറിയുക. വെട്ടിത്തിളങ്ങുന്ന വെള്ളം നദികളിലും അരുവികളിലും കാണുന്നു. ഇടതൂർന്ന കാട്, പച്ചപ്പ്, ധാരാളം പച്ചക്കറികളും പഴങ്ങളും എല്ലാം ആവശ്യത്തിനനുസരിച്ച് എല്ലാവർക്കും ലഭ്യമാണ്. ലോകമെമ്പാടും ശാന്തിയും സമാധാനവും അനുഭവപ്പെടുന്നു. ഈ ഭൂമി മുഴുവനും ഒന്നായിരിക്കുന്നു. പരസ്പരം സ്നേഹിക്കുന്ന സഹോദരി സഹോദരന്മാരാണ് ഈ ലോകം മുഴുവനുള്ളത്. ഈ ഭൂമി ഹീൽ ചെയ്യപ്പെടുകയും പൂർണ്ണതയുള്ളതും ആകുന്നത് കാണുക. ഭൂമിയിൽ പ്രകൃതി ദുരന്തങ്ങൾ ഇല്ലാതാവുകയാണ്. ഈ ഗ്രഹത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള പോസിറ്റീവായ കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക. ഈ ആശയത്തോടെ നിങ്ങൾ ജീവിക്കാൻ ആരംഭിക്കുമ്പോൾ നിങ്ങൾ സുരക്ഷിതരാകുകയും സ്നേഹം നിറഞ്ഞ പുതിയൊരു ലോകം സൃഷ്ടിക്കാൻ സഹായിക്കുകയുമാണ്. ഇന്നത്തെ മെഡിറ്റേഷൻ അവസാനിച്ചിരിക്കുന്നു. താങ്ക് യു ഓൾ.